കൺസൾട്ട് കിട്ടിയോ? ബ്ലഡ് വന്നല്ലോ അല്ലേ? അല്ല ഡോക്ടറെ, എത്തപ്പോളെ കഥ കീറി മുറിച്ചാൻ തന്നെ തീരുമാനിച്ചങ്ങള്? ഒരു കുഴപ്പമില്ല, 2 മാസമായിട്ടല്ലേ ഉള്ളൂ ഡോക്ടറെ. ഒരു കുഴപ്പമില്ലാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? എൻ്റെ മോന് ഡോക്ടറോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, വലിയ ഡോക്ടറാ. ആ ഡോക്ടറാ പറഞ്ഞേ 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി നിങ്ങൾ. അല്ല, ഡോക്ടറെ കാണിക്കലുണ്ടായിരുന്നല്ലേ? എന്നിട്ട് എന്തേ അറിയാഞ്ഞേ? അതിന് കുഴപ്പമെന്തോ മാണ്ടേ? ഒരു ഛർദി പോലും ഒക്കെ ഇല്ല. കുഴപ്പമുണ്ടെങ്കിലല്ലേ. കുഴപ്പമില്ലാത്ത ആള് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചോന്നല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നതല്ലേ? എന്ത് കുഴപ്പമായിട്ടാ നിങ്ങൾ വന്നത്? ഒക്കെ പെട്ടെന്ന് ഒരു അടിവേറെ വേദന, പിന്നെ ക്ഷീണിച്ച് തല ഇറങ്ങി നോക്കുമ്പോൾ നല്ലോണം വേർത്തും ചെയ്താണ്. അപ്പൊ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ. ഗർഭത്തിന്റെ സ്റ്റാർട്ടിങ്ങിലേ ഡോക്ടറെ കാണിച്ച ഒരു സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കലുണ്ട് നമ്മൾ. അതായത് ഗർഭം എവിടെയാണ് ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. ഗർഭപാത്രത്തിൽ തന്നെയാണോ അല്ല ട്യൂബിലാണോ ഇനി വേറെ എവിടെയെങ്കിലും സൈറ്റിലാണോ ഗർഭം ഉള്ളത് എന്ന് നോക്കുക. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനത്തെ ഡോക്ടറെ അപ്പം നിങ്ങൾ 2 മാസം കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മോന്റെ ചങ്ങായിയാ, ഓനാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കല്ലേ. എപ്പം വിളിച്ചാലും മുപ്പരപ്പം ഉണ്ടാവും. പിന്നെ 24 മണിക്കൂർ ഉണ്ടാവും ചെയ്യും. ഇപ്പോഴത്തെ ഡോക്ടർമാരെ അതിന് കിട്ടുമോ? ഞാൻ അറിയില്ലല്ലോ. അപ്പൊ ഈ ഡോക്ടർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ അറിയാത്ത ഡോക്ടർ ഉണ്ടോ? അത് അങ്ങനത്തെ ഡോക്ടർ ഒന്നല്ല, ഫോണിലുള്ള ഒരു ഡോക്ടറാ. അതിനോടാ ചോദിക്കണത്. മനസ്സിലായില്ല. ചാറ്റ് ജിപിടി താത്ത ഉദ്ദേശിക്കുന്നത്. എന്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട്, ആ പേരെനിക്ക് പറയാൻ കിട്ടാഞ്ഞിട്ടാ. അതിനോട് ചോദിക്കട്ടെ. ആ, ഇപ്പൊ എനിക്ക് പിടികിട്ടി, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ എന്ത് വലിയ ബ്ലണ്ടറാ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഒന്നും മനസ്സിലായില്ല അല്ലേ? ആ, നിങ്ങളെ മരുമോൾക്ക് സംഭവിച്ച എന്താണെന്നറിയോ? ഗർഭപാത്രത്തിലല്ലായിരുന്നു, ട്യൂബിലായിരുന്നു. ആ ട്യൂബിൽ കിടന്ന് അത് വളരാൻ പറ്റൂലല്ലോ, ട്യൂബിൽ സ്പേസ് ഇല്ലല്ലോ. അപ്പൊ എന്തായി? ട്യൂബ് പൊട്ടിയപ്പോൾ ഉള്ള ബ്ലഡൊക്കെ വയറിൽ നിറഞ്ഞപ്പോൾ അവൾക്ക് എന്തായി? അവളെ BP ഒക്കെ കുറഞ്ഞ് അങ്ങനെ അവസാനം അവൾ ബോധം കെട്ട് വീണു. അതാണ് നിങ്ങൾ എടുത്തു കൊണ്ടുവന്നത്. അപ്പൊ ഇപ്പൊ ഗുരുതരാവസ്ഥയിലാണ്. ഏകദേശം 1 ലിറ്ററോളം ബ്ലഡ് അവളെ വയറ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ട് വേഗം ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ട്യൂബ്, ഈ ബ്ലഡ് പോകുന്ന ഈ സ്ഥലമില്ലേ, ഇത് വേഗം ബ്ലോക്ക് ആക്കണം. അങ്ങനെ അവളെ ജീവൻ രക്ഷിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ധൃതി കൂട്ടുന്നത് എല്ലാരും. അല്ലാതെ കീറി മുറിക്കാൻ പൂതിയുണ്ടായിട്ടൊന്നുമില്ല തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊന്നും ആ ചങ്ങായി പറഞ്ഞില്ലട്ടോ. എന്നാല്